ഉപാസന മീഡിയയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാനിന്നിവിടെ രത്നധാരണത്തിനെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവനവൻ്റെ ഗ്രഹനിലയിൽ ഗ്രഹങ്ങൾ നീചത്തിൽ, പാപസ്ഥാനത്ത്, പാപസ്ഥിതിയിൽ ബലമില്ലായ്മയൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ ഈ രത്നം ധരിക്കാൻ ഉപദേശിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം പറയുന്നത് രവിയുടെ സൂര്യൻ്റെ രത്നമാണ്, മാണിക്യമാണ്, റൂബി എന്നാണ് അതിന് പറയുക. നിറം ചുവപ്പാണ്. പുരുഷന് വലത് കൈയിലെ മോതിരവിരലിലാണ് അതിൻ്റെ ഗുണം. ആപത്തുകൾ അകറ്റാൻ, രോഗശാന്തി, രോഗമുക്തി. ഞായറാഴ്ച രാവിലെ സൂര്യൻ്റെ ഹോരയിൽ സൂര്യൻ ഉദിച്ച്, അതായത് രാവിലെ സൂര്യൻ ഉദിച്ച് 1 മണിക്കൂറിനുള്ളിലാണ് ഈ ഹോരകൾ വരുന്നത്. അപ്പോൾ സൂര്യൻ്റെ ഹോരയിൽ ആ സമയത്തിടാം. സ്ത്രീകൾക്കിടത് കൈയിലെ മോതിരവിരലിലാണ്. അപ്പം രക്തരോഗം, ശിരോരോഗം, തലവേദന, ശരീരവേദന, ദന്തരോഗം, ഇതിനൊക്കെ ഈ മാണിക്യം ഗുണപ്രദമായിരിക്കും. ചന്ദ്രൻ്റെ രത്നം എന്ന് പറയുന്നത് മുത്താണ്, പേളാണ്, വെളുപ്പാണ് നിറം, രോഗശാന്തിയാണ്. കുട്ടികളുടെ ബാലാരിഷ്ട 6 മുതൽ 7 വയസ്സിനുള്ളിൽ ധരിക്കാം കുട്ടികൾക്കാണെങ്കിൽ. പുരുഷന് വലത് കൈയിലെ മോതിരവിരൽ തിങ്കളാഴ്ച കാലത്ത് ധരിക്കാം. സ്ത്രീക്കാണ് ഇടത് കൈയിലെ മോതിരവിരൽ. ചൊവ്വയുടെ രത്നം എന്ന് പറയുന്നത് ചുവന്ന പവിഴമാണ്, റെഡ് കോറൽ എന്നാണ് പറയുന്നത്. ആപത്തുകൾ, അലസത, ശരീരക്ലേശങ്ങൾക്കൊക്കെ പരിഹാരമായിട്ടാണ്. പുരുഷന് വലത് മോതിരവിരലിൽ ചൊവ്വാഴ്ച കാലത്ത് ധരിക്കാം. സ്ത്രീക്കിടത് മോതിരവിരലിലാണ്. ബുധൻ്റെ മരതകമാണ്, ജഡേ എമറാൾഡ് എന്ന് പറയും, പച്ച കളറാണ്. പുരുഷന് വലത് ചെറുവിരലിൽ ധരിക്കാം. ബുധനാഴ്ച കാലത്ത് പഠന പുരോഗതി, ബുദ്ധിശക്തി, സന്തോഷം, സൗന്ദര്യം, ഇതൊക്കെയാണ്. സ്ത്രീകൾക്ക് ഇടത് ചെറുവിരലിൽ ധരിക്കാം. ബുധനാഴ്ച രാവിലെയാണ് ധരിക്കേണ്ടത്. ഗുരുവിൻ്റെ മഞ്ഞ പുഷ്യരാഗമാണ്, അത് മഞ്ഞ നിറമാണ്. അതിന് സമ്പൽ സമൃദ്ധിയാണ്, ബുദ്ധിശക്തിയാണ്. ഇത് പുരുഷന് വലത് ചൂണ്ടുവിരലിൽ ധരിക്കാം. സ്ത്രീകൾക്ക് വ്യാഴാഴ്ച കാലത്ത് സ്ത്രീകളുടെ ഇടത് ചൂണ്ടുവിരലിൽ ധരിക്കാം. അടുത്തത് ശുക്രനാണ്, വജ്രമാണ്, ഡയമണ്ടാണ്. വിഷം, വിഷബാധ എന്നിവയ്ക്കൊക്കെ ഐശ്വര്യത്തിനും എല്ലാത്തിനും നല്ലതാണ് ശുക്രൻ്റെ രത്നം, അതായത് ഡയമണ്ട്. പുരുഷൻ്റെ വലത് കൈയിലെ മോതിരവിരലിൽ വെള്ളിയാഴ്ച ദിവസം ധരിക്കാം. സ്ത്രീക്ക് ഇടത് കൈയിലെ മോതിരവിരലിൽ ധരിക്കാം. അടുത്ത എൻ്റെ കണ്ടിന്യൂഷൻ അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയുന്നതായിരിക്കും. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.